സംസ്ഥാനത്ത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നൽകുന്നത് നിലച്ചു. ലൈസൻസ് രേഖ അച്ചടിക്കാനുള്ള പ്രത്യേക പേപ്പർ എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വിദേശത്തേക്ക് പോകുന്ന 100 കണക്കിന് ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ടായിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. നാട്ടിൽ ലൈസൻസ് ഉള്ളവർക്ക് വിദേശ രാജ്യങ്ങളിലെത്തിയാൽ അവിടെ വാഹനം ഓടിക്കാനുള്ള പ്രത്യേക അനുമതി രേഖയാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അഥവാ IDP. വിദേശത്തേക്ക് പോകുന്നവർ വിസ അടക്കമുള്ള രേഖകളുടെ പകർപ്പ് സഹിതം അപേക്ഷിച്ചാൽ മാത്രമേ IDP ലഭിക്കുകയുള്ളൂ. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മാത്രമേ IDPക്ക് അപേക്ഷിക്കാനാകൂ. അതിനാൽ അപേക്ഷകർക്ക് ഇതിനായി അധികം കാത്തിരിക്കാൻ കഴിയില്ല. അപേക്ഷ നൽകി 1500 രൂപയും അടച്ചാൽ IDP ഇതുവരെ വേഗത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ ഒരു മാസമായി രേഖ ലഭിക്കുന്നില്ല. നാസിക്കിലെ കേന്ദ്ര പ്രസിൽ നിന്നുള്ള പ്രത്യേക പേപ്പറിലാണ് ഇത് അച്ചടിക്കുന്നത്. പേപ്പർ എത്താത്തതാണ് IDP നൽകുന്നത് നിലയ്ക്കാൻ കാരണമെന്നാണ് RTO പറയുന്നത്. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകി. പുതുക്കുന്ന ലൈസൻസുകൾക്ക് ഇത് അച്ചടിച്ച് കൊടുക്കാത്ത പ്രശ്നങ്ങൾ കാരണം ഗൾഫിൽ പോകുന്ന ഇന്റർനാഷണൽ ലൈസൻസുകാർക്ക് ജോലിയെ വരെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി ആളുകളുടെ ഉപജീവനം, ജോലി മാർഗമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല ഫീസ് അടച്ച് കാത്തിരിക്കണവർ. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലെത്തിയാൽ വേഗത്തിൽ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ എളുപ്പമല്ല. പല രാജ്യങ്ങളിലും IDP ഉപയോഗിക്കാൻ 3 മാസം മുതൽ 1 വർഷം വരെ അനുമതി നൽകാറുണ്ട്. ചില രാജ്യങ്ങളിൽ 6 മാസമെങ്കിലും താമസിച്ചു കഴിഞ്ഞവർക്കേ അവിടുത്തെ ലൈസൻസ് ലഭിക്കൂ. അതുവരെ ഇവിടെ നിന്നുള്ള IDP ഉപയോഗിക്കാം. IDP ഉള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ ലൈസൻസ് എടുക്കാനും എളുപ്പമാണ്. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് അപേക്ഷകരുടെ ആവശ്യം. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.